നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ബംഗ്ലാദേശിൽ തീവ്രവാദം വളർത്തുന്നവരിലെ പ്രധാന കണ്ണി മുഹമ്മദ് യൂനിസ് ആണെന്നും അതുകൊണ്ടാണ് ഭീകരരുടെ സഹായത്തോടെ മുഹമ്മദ് യൂനിസ് അധികാരം പിടിച്ചെടുത്തതെന്നും ഷെയ്ഖ് ഹസീന സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പിലൂടെയാണ് യൂനിസിന്റെ തീവ്രവാദ ബന്ധത്തെ തുറന്നു കാണിക്കുന്നത്. രാജ്യത്ത് തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്തുന്നതിനായി യൂനിസ് ബംഗ്ലാദേശിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തുവെന്നാണ് ഹസീന ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് നൊബൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിന്റെ ഇടക്കാല മുഖ്യ ഉപദേഷ്ടാവ് എന്ന സ്ഥാനം ഏറ്റെടുത്തു. ഡിസംബറിൽ ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സൈനിക ആഹ്വാനത്തെ തുടർന്ന് യൂനിസ് രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കെയാണ് ഹസീനയുടെ പുതിയ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത്. സെന്റ് മാർട്ടിൻ ദ്വീപ് വിഷയവും ഹസീന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള തന്റെ ആദ്യ പ്രസ്താവനയിൽ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി വീണ്ടും സെന്റ് മാർട്ടിൻസ് ദ്വീപ് ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ ഉദ്ദേശത്തെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. സെന്റ് മാർട്ടിൻസിന് ദ്വീപിനായുള്ള അമേരിക്കയുടെ ആവശ്യങ്ങൾ തന്റെ പിതാവ് അംഗീകരിച്ചില്ലെന്നും അതിനായി അദ്ദേഹത്തിന് ജീവൻ നൽകേണ്ടി വന്നുവെന്നും അധികാരത്തിൽ തുടരാൻ രാജ്യം വിൽക്കുന്നതിനെക്കുറിച്ച് താൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തതിനാൽ തന്റെ വിധി അതായിരുന്നു. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി രാജ്യം ആയുധമെടുത്തത് തന്റെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനോടൊപ്പം പോരാടി. ആ രാജ്യത്തിന്റെ മണ്ണിൽ ഒരു ഇഞ്ച് പോലും ആർക്കും വിട്ടുകൊടുക്കാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് എന്തൊരു ദൗർഭാഗ്യമാണിത്. അത്തരമൊരു വ്യക്തി അധികാരത്തിൽ വന്നു. മുഴുവൻ രാജ്യത്തെയും ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുന്ന, ലോകം മുഴുവൻ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് അധികാരത്തിൽ വന്നപ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ മഹത്തായ ബംഗ്ലാദേശ് രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് നീണ്ട പോരാട്ടത്തിലൂടെയും വിമോചന യുദ്ധത്തിലൂടെയുമാണ് എന്ന് ഷെയ്ഖ് ഹസീന ചൂണ്ടിക്കാട്ടുന്നു. നിയമവിരുദ്ധമായ അധികാരം പിടിച്ചെടുത്ത ഈ തീവ്രവാദ നേതാവിന് ഭരണഘടനയിൽ തൊടാനുള്ള അവകാശം ആരാണ് നൽകിയതെന്നും അവർ ചോദിക്കുന്നു. ബംഗ്ലാദേശിലെ ഭരണം ഏറ്റെടുക്കാൻ മുഹമ്മദ് യൂനിസിനോട് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. യൂനിസിന് ഭരണഘടനാപരമായ അടിത്തറയില്ലെന്നും മുഖ്യ ഉപദേഷ്ടാവ് എന്ന സ്ഥാനത്തിന് അർഹനല്ലെന്നും ഹസീന ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ പാർലമെന്റ് ഇല്ലാതെ യൂനിസിന് എങ്ങനെ നിയമം മാറ്റാൻ കഴിയും? ഇത് നിയമവിരുദ്ധമാണ്. അതേസമയം ഹസീന കാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥരുടെ ആദ്യ വിചാരണ ഞായറാഴ്ച ബംഗ്ലാദേശിലെ ഒരു പ്രത്യേക കോടതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5-ന് 6 പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയ കേസിൽ 8 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തലസ്ഥാനമായ ധാക്കയിൽ സ്ഥിതി ചെയ്യുന്ന കോടതി ഔപചാരികമായി കുറ്റം ചുമത്തി. അതേ ദിവസം തന്നെ ഹസീന രാജ്യം വിടുകയും പ്രതിഷേധക്കാർ അവരുടെ വസതിയിലേക്ക് ഇരച്ചു കയറുകയും ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും താമസിക്കാതെ യൂനിസിനെ ശുദ്ധികലശം ചെയ്ത് ഹസീന വീണ്ടും ഭരണത്തിലേക്ക് എത്തുമെന്ന കാര്യം തീർച്ചയാണ്.